ഇടാ സുഖമാണോന്ന് ചോദിച്ചു. അച്ഛനെ കയറിയാട്ടാന്ന് വിളിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമായില്ല. അപ്പൊ അവനെ തന്നെ പരിചയപ്പെടുത്തി. ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത്. 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇല്ല, ഞാൻ പള്ളി പോകണം. വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എൻ്റെ ഫോൺ അടിച്ചു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അപ്പുറത്തൊരു സ്ത്രീ ശബ്ദമാണ്. ചേട്ടൻ ആശുപത്രിയിലാണ്, പറ്റെങ്കിൽ ഒന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. പള്ളി പോയിട്ട് കുർബാനയെ കഴിഞ്ഞപ്പോൾ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ രൂപമൊത്തി ഇറങ്ങിയപ്പോൾ കൊച്ചു കയ്യിലുണ്ടായിരുന്നു. ചവിട്ടിമ തട്ടി ആള് താഴെ വീണു. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ആ സമയത്ത് എനിക്ക് കുരിശിൻ്റെ വഴിയിലെ ഒരു ഭാഗമാണ് ഓർമ്മ വന്നത്. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയം. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഗോതിരത്തിൽ ഒരു 10 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഗോതിരത്ത് പള്ളിയുടെ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ എന്നോളം വരുന്ന ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇടാ സുഖമാണോന്ന് ചോദിച്ചു. അച്ഛനെ കയറി ഏടാന്ന് വിളിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമായില്ല. ഞാനിങ്ങനെ കുറച്ചു നേരം അവനെ നോക്കി, ഏടാന്നാണ്. വീണ്ടും അവൻ എടാ ഡയസ് നിനക്ക് മനസ്സിലായ? അവനെ മനസ്സിലായിട്ടില്ല. അവൻ്റെ ഈ വർത്താനം കേട്ട് എനിക്കത് ചൊറിഞ്ഞും വരണുണ്ട്. പിന്നെ ആൾക്കാർ നിൽക്കണ്. ഞാനിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഒന്നും മിണ്ടാന്നിങ്ങനെ. അപ്പൊ അവനെ തന്നെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് ഞങ്ങൾ 1 മുതൽ 4 വരെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത്. കുറച്ച് അവൻ്റെ നോക്കി എഴുതിയിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് ആ ഇടാ വിളിച്ചതിൽ നമുക്ക് പരാതിയില്ലാണ്. അത്ര അടുപ്പമായിരുന്നു ഞങ്ങൾ. പക്ഷെ പിന്നെ 5ാം ക്ലാസ്സിലേക്ക് അവൻ വേറെ സ്ഥലത്തേക്ക് പോയി. പിന്നീട് അവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ അവൻ വിദേശത്തേക്കൊക്കെ പോയി. തിരിച്ചു വരുന്നത് ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ അവൻ വിളിച്ചതാണ്. കുറച്ച് നേരം കൂടെ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം എന്തായിരുന്നു? കാരണം സംസാരിക്കാൻ പറ്റാഞ്ഞത് എനിക്ക് വേറൊരു കുർബാന തൊട്ടടുത്ത പള്ളിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ UK-യിലാണ്, കാലങ്ങളായിട്ട് അവിടെയാണ് ചോദിച്ചു. അപ്പം എന്നാ പോണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 2-3 മാസം ഏതായാലും വീട്ടിൽ വന്നിക്കാണ്. അപ്പച്ചന് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഞാൻ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ വരാം നിന്നെ കാണാൻ. അപ്പോൾ അവൻ എടുത്തു വഴിക്ക് പറഞ്ഞാണ്, എടാ ഞാൻ പള്ളിയിൽ വരാറില്ല, ഞാനിപ്പോൾ കടയിൽ വന്നപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നിന്നെ കണ്ടപ്പോൾ വന്നാണ്. അപ്പം നീ പള്ളിയിൽ പോകാറില്ല? ഇല്ല, ഞാൻ പള്ളിയിൽ പോകാറില്ല. അവരെന്താ? ഞാൻ എന്തിനാ പള്ളിയിൽ പോകണം? എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അപ്പം ഇതില്ലാത്തവരാണ് ഈ പള്ളിയിൽ കൊണ്ടുവരുന്നത്. അപ്പം പറഞ്ഞു, ഇല്ലടാ എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാനിപ്പോൾ വെറുതെ എന്തിനാണ് പള്ളിയിൽ വന്ന് നേരങ്ങളെ. അപ്പം ഞാൻ അവനോടുള്ള അടുപ്പം വെച്ചു. 1 മുതൽ 4 വരെ ഞങ്ങൾ അത്രയ്ക്ക് അടുത്ത കൂട്ടുകാരായതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ പള്ളി പോകാതിരിക്കുക. എന്തുകൊണ്ട്? പക്ഷേ അടുത്ത ഞായറാഴ്ച നീ പള്ളിയിലോ. അപ്പം ഞാൻ പറഞ്ഞു, താല്പര്യമില്ല. അവൻ പറഞ്ഞു, താല്പര്യമില്ല, എങ്കിലും നിന്റെ നിർബന്ധത്തിൻ്റെ പേരിൽ ഞാൻ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ വരും. പ്രിയമുള്ളവരെ, അടുത്ത ഞായറാഴ്ച അവൻ പള്ളിയിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പള്ളിയിൽ പോകാൻ പറഞ്ഞു. എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് കുർബാനയ്ക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഗോതിരത്തിൽ എനിക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല. കുർബാനയുടെ ആ സമയത്ത് എനിക്ക് പള്ളിയിൽ വരാൻ പറ്റും. വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എൻ്റെ ഫോൺ അടിച്ചു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അപ്പുറത്തൊരു സ്ത്രീ ശബ്ദമാണ്. ആ സ്ത്രീ ശബ്ദം എന്നെ തന്നെ പരിചയപ്പെടുത്തി. അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ മറന്നുപോയി ചേച്ചി. അത് പറയാനല്ല അച്ഛാ വിളിച്ചത്. എന്താണ്? ചേട്ടൻ ആശുപത്രിയിലാണ്, പറ്റെങ്കിൽ ഒന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അത് ചേട്ടൻ രാവിലെ പള്ളിയിൽ പോയാണ് അച്ഛാ. പള്ളി പോയിട്ട് കുർബാനയെ കഴിഞ്ഞപ്പോൾ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ രൂപമൊത്തി ഇറങ്ങിയപ്പോൾ കൊച്ചു കയ്യിലുണ്ടായിരുന്നു. ചവിട്ടിമ തട്ടി ആള് താഴെ വീണു. അപ്പോൾ കൊച്ചിനൊന്നും പറ്റണ്ടല്ല എന്ന് വിചാരിച്ചു കൊച്ചിനെന്തിങ്ങനെ വട്ടം പിടിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുട്ടി. വലത് കൈയും ഒരു 7 സ്റ്റിച്ചുണ്ട്, കാല് ഒടിഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കണ്ടേക്കുന്നു. ചേച്ചി ഫോൺ വെച്ചു. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. വീട്ടിൽ സ്വസ്ഥമായിരുന്നവനെ വീട്ടിൽ നിന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് തള്ളി മറിച്ചിട്ട് ആശുപത്രിയിലിട്ടേക്കാണ്. അവനെയാണ് ഞാൻ കാണാൻ പോകേണ്ടത്. പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും? അങ്ങനെ ഞാൻ മെഡിക്കെയർ ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ്. ആശുപത്രിയിലേക്ക് പോണ വഴി ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പൊന്നു കർത്താവെ, മുറിയിൽ ആരും ഉണ്ടായേക്കല്ലേ എന്നാണ്. കാരണം എന്താണ് അവൻ പറയാൻ പോണെന്ന് എനിക്ക് ഉരുപ്പിട്ടില്ല. അങ്ങനെ ഞാൻ വണ്ടി മെഡിക്കെയറിൻ്റെ ഹോസ്പിറ്റലിൻ്റെ താഴെ വെച്ചു. 3-ാം നിലയിലാണെന്ന് തോന്നുന്നു കിടന്നു. എൻ്റെ ഓർമ്മ നോക്കും 3-ാം നില. അങ്ങനെ പതുക്കെ ചെന്നു. നോക്കിയപ്പോൾ മുറിയിൽ ആരുമില്ല. ആദ്യ പ്രാർത്ഥന കേട്ട തമ്പുരാന് ഞാൻ നന്ദി പറയും. അവൻ മാത്രമേ. അവനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു പോയിട്ടാ. കാരണം കാലൊക്കെ ഇങ്ങനെ സ്ലിങ്ങി കിടക്കുകയാണ്, കൈതിങ്ങനെ വെച്ചേക്കണം. നമ്മൾ ദൈവമേ, എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ സഹതാപം തോന്നിപ്പോയി. എങ്കിലും ഈ കയ്യും കാലും ഒടിഞ്ഞ കാലിൻ്റെയും സ്റ്റിച്ചുള്ള കൈയുടെയും അടുത്താണ് നിന്നത്. മറ്റത് രണ്ടും നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റി എടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തിരുന്നു. ഞാൻ ഒരു 1/2 മണിക്കൂർ അവിടെ നിന്നു. ആ സമയത്ത് എനിക്ക് കുരിശിൻ്റെ വഴിയിലെ ഒരു ഭാഗമാണ് ഓർമ്മ വന്നത്. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയം. അമ്മയും മകനും സംസാരിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് അങ്ങനെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ പോകണം, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനെ രൂക്ഷമായിട്ട് നോക്കി.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഞാൻ പോകുമ്പോൾ വാച്ച് നോക്കിയപ്പോൾ 1/2 മണിക്കൂറൊന്നും ആയിട്ടില്ല, 1 മിനിറ്റ് കഷ്ടിയായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 1/2 മണിക്കൂർ പോലെ തോന്നിയത്. ഒരു കണക്കിന് ഞാൻ ആ മുറിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങി വണ്ടി ഓടിച്ചു പോയപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട്, ഞാൻ എൻ്റെ പൊന്നു കർത്താവ്, നിനക്ക് എന്തിൻ്റെ, എവിടെയോ കിടന്നേച്ച ഒരു ചെക്കനെ ഞാനൊരു കണക്കിന് പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ ആ തള്ളി മറിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഇടപെടണില്ല. പറ്റുമെങ്കിൽ നീ അവനൊന്നും മനസ്സിലാക്കിയിട്ട് നീ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാം. ഞാൻ ഇതിനകത്ത് ഇടപെടാൻ പോലെന്നുണ്ട് ഞാൻ എൻ്റെ പള്ളിമേടയിൽ പോയി. ഇടയ്ക്കിടയ്ക്ക് ഇവനെ ആലോചിക്കും, വിളിക്കണമെന്ന് വിചാരിക്കും, എന്തിനാണ് വിളിച്ചിട്ട്, എന്ത് പറയാൻ, അവൻ്റെ വായിലിരിക്കണ കേൾക്കാൻ. ദൈവം സഹായിച്ച് എന്നെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ തമ്പുരാൻ ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ പോന്നു. 4 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ പള്ളിമേടയിൽ നിൽക്കുമ്പോൾ ചെക്കൻ വരിക, സ്റ്റിച്ചൊക്കെ വെട്ടിയിട്ടുണ്ട്, ആളോക്കെ, നല്ല തടിയുമുണ്ട്, നല്ല തണ്ടുമുണ്ട് അവൻ. ഞാൻ പറഞ്ഞു ദൈവമേ ഇന്ന് എന്തെങ്കിലും നടക്കും. അപ്പം ചെക്കനെ നോക്കിയപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ കയ്യിലൊരു ബേക്കറിയുടെ കവറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു മധുര പലഹാരമാണ് അതിനകത്ത്. ഇനി മധുരം കൊടുത്ത് പരിപാടി നടത്താനാണെന്ന് അറിഞ്ഞൂടാ. ഈ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഞാനൊരു ചിരി ചിരിച്ചു, അവനും ഒരു ചിരിക്കുന്നുണ്ട്. കൊലച്ചിരിയാണെന്ന് എനിക്കറിഞ്ഞൂടാ, കുഴപ്പമില്ലാത്ത ചിരിയായിരുന്നു. ഞങ്ങൾ പതുക്കെ മുറിയിലേക്ക് കയറി, ഞാനിരുന്നു, അവനെ കുറച്ച് നീക്കിയിരുന്നു. എന്നിട്ട് ആ ബേക്കറി കവറെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അവൻ ഫസ്റ്റ് ഡയലോഗ്, ഡയസച്ചാ, ദൈവമേ ആച്ചാന്ന. ഇനി കളിയാക്കണമെന്ന് എനിക്ക് അപ്പോഴും സംശയം തോന്നി. അവൻ പറഞ്ഞു, ഡയസച്ചാ ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങോട്ട് പോരാ. ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു. അച്ചാച്ചനെ കളിയാക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ 2 ഉദാഹരണങ്ങളുണ്ട്. അച്ഛാ, ഞാൻ മെഡിക്കെയറിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്, അവൻ്റെ വീട് വടക്കമ്പുറത്താണ്, ഈ വീട്ടിലേക്ക് വരുന്ന വഴി മൂത്തൂന്നം അമ്പലത്തിൽ ഉത്സവം നടക്കണേ, നല്ല തിരക്കായി. അപ്പം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഈ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മൂത്തൂന്നം പാലം ആ ഭാഗത്തെത്തിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്ക്. പതുക്കെയാണ് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ ഇടതുവശത്തായിട്ട് ഏതാണ്ട് ഒരു 10-25 മീറ്റർ ഈ മൺചട്ടിയൊക്കെ വിൽക്കാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു നാടോടി സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ അടുത്തേക്ക് ഒരു കുട്ടിയും അമ്മയും കൂടെയും വന്നു. ഈ അമ്മ ഈ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ മുട്ടി ഇങ്ങനെ നോക്കി. ഒരു 3-4 ചട്ടി എടുത്ത് അവളുടെയൊക്കെ മുട്ടി നോക്കിയിട്ട് അവരുടെ കുട്ടി കൊടുത്തു. കുട്ടി അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കാശ് കൊടുത്തിട്ട് ഈ ചട്ടിയും അമ്മയും കുട്ടിയായിട്ട് അവിടുന്ന് പോവാം. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട്. അപ്പോൾ അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വളരെ സന്തോഷത്തോടെ ഇതൊക്കെ പറയും. എന്നിട്ട് അവൻ പറഞ്ഞു, എടാ, എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് സ്വർണ്ണം പണ്ട പണയത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ഒരു കട നീ കണ്ടിട്ടില്ല? ആണോ? അവിടെ നിന്നപ്പോൾ വേറൊരു കാര്യം കൂടി കർത്താവിനെ കാണിച്ചു. ആദ്യത്തേതും കർത്താവ് കാണിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കപ്പം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് കർത്താവ് കാണിച്ചു തന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ആ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു മോതിരം ഒരു ചേട്ടൻ ഈ തട്ടാൻ്റെ കൈ കൊണ്ടു കൊടുത്തു. ഈ മോതിരം ഇങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് വെച്ചാൽ ഒരു കല്ലുമെടുത്ത് ഇങ്ങനെ അവിടെ ഉരച്ചിട്ട് അത് അവിടെ ഇട്ടു. എന്നിട്ട് കുറച്ച് കാശ് എടുത്തു. എന്നിട്ട് ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ, ഈ മോതിരത്തിനും ഈ ചട്ടിക്കും ജീവനുണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര വേദനയായിട്ട് അതിന് തോന്നി. ഈ ചട്ടിയെ ഈ വിരൽ മുട്ടുകൊണ്ട് ഇങ്ങനെ മുട്ടി നോക്കിയതും ഈ മോതിരം ഉരച്ചു നോക്കിയതും ആ മോതിരത്തിനോടോ ചട്ടിക്കോ അവർക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് അത് നല്ലതാണോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാലങ്ങൾ കുറേയായി തമ്പുരാന്റെ കൂടെ ഇല്ലാതിരുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ തമ്പുരാന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ തമ്പുരാനൊരു സംശയം, ഇവൻ നല്ലതാണാവോ? അങ്ങനെ എന്നെ ഒന്നും മറിച്ചിട്ട് ഒന്ന് തട്ടി ഉരച്ചു നോക്കിയാണ് ഞാൻ നല്ലതാണോ നോക്കാൻ വേണ്ടിയിട്ട്. കർത്താവ് നല്ലതാണോ എന്ന് നോക്കുന്നത് കർത്താവിൻ്റെ കടമ, നല്ലതാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമ. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ നല്ലതാണ് എന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഇതിനപ്പുറം വേറൊരു ഉദാഹരണം നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കി. ഈ തിരുനാൾ കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമെന്ന് തീരുമാനിക്കും. രാവിലെ ഒടുക്കത്തെ മഴയായിരിക്കുള്ളൂ, അല്ലെങ്കിൽ വയറുവേനായിരിക്കും. അത് കൃത്യം അവർ ഇന്നിപ്പോൾ നാളെ പോവാം, അന്ന് നിർത്തിയാൽ തീർന്ന് പരിപാടി തീർന്നു. കാരണം നിങ്ങൾ ഒരേപോലെ പോകാമെന്ന് വിചാരിക്കുമ്പോൾ മറ്റവൻ വരും. ആര്? പിശാച് വന്നിട്ട് പറയും, അവനിപ്പോ ഞാനൊന്ന് കൊടുത്തു, കർത്താവ് അനുവദിക്കണേ, പരീക്ഷിക്കാൻ പറയും. ആ പരീക്ഷണത്തിൽ മഴ നനഞ്ഞ് കുളിച്ച് കുതിർന്ന് ദൈവാലയത്തിൽ അങ്ങ് കയറാതെ പുറത്തു നിന്ന് കുർബാന കണ്ട്
ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞ് കുളിച്ചു വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നമുക്ക് എന്ത് പറ്റിയാവും. ആളുകളുടെ മുമ്പിൽ അപഹാസ്യനാവാനുള്ള അവസരം ഉണ്ടായിട്ടും അതൊന്നും ഗവനിക്കാതെ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ പിശാച് പറയൂ, ഓ ഇവളുടെ ഇനി കൂടാർന്നിട്ട് കാര്യമില്ല, വിട്ടേക്കാം. അപ്പൊ കർത്താവ് ജയിച്ചിങ്ങനെ നിൽക്കണം. പിശാചിന് മുമ്പിൽ ജയിച്ചു നിൽക്കാനുള്ള അവസരം കർത്താവിന് കൊടുക്കണം. കർത്താവ് പരീക്ഷിക്കും, പക്ഷേ കർത്താവ് തോൽപ്പിക്കാൻ നിരന്തരം പരിശ്രമിക്കും. പക്ഷെ തോൽക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തോക്കാൻ തീരുമാനിച്ച കർത്താവിന് സങ്കടമാകും. ഞാൻ തോക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നെഞ്ചുവിരിച്ച് നിന്നാൽ കർത്താവ് സന്തോഷത്തോടെ തോറ്റു തരും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണല്ലോ ഈ കുരിശ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും.